പ്രശാന്ത്, ഈ നമ്മുടെ രാജ്യത്തെ എയർപോർട്ടുകൾക്ക് ഒരു കുടുംബത്തിൽ ചില പേരുകൾ നൽകുന്നത് പ്രധാനമന്ത്രി ചോദ്യം ചെയ്തിരിക്കുകയാണ്. അത് എയർപോർട്ടിന് മാത്രമല്ല ഉള്ളത്, എയർപോർട്ട്, പിന്നെ പോർട്ടിന്, അതുകൂടാതെ സർവകലാശാലകൾക്ക്, ഗവേഷണ കേന്ദ്രങ്ങൾക്ക്, വിദ്യാലയങ്ങൾക്ക് ഒക്കെ ഇത്തരത്തിൽ പേരുകൾ കൊടുക്കാറുണ്ട്. ഇതാരുടെ പേരാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്, ഏവർക്കും അത് മനസ്സിലായി കാണും അല്ലേ? അല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എല്ലാത്തിനും ചിലരുടെ പേര് മാത്രം വരുന്നതിനകത്ത് ആയിരിക്കും ഉദ്ദേശം. ഇപ്പം മഹാത്മാഗാന്ധിയുടെ പേര് ചിലയിടങ്ങളിൽ കൊടുക്കുന്നതുകൊണ്ട് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നോട്ടിന്റെ പുറത്ത് പോലും അദ്ദേഹത്തിന്റെ പേരടിക്കുന്നതിനകത്ത് നമുക്ക് ഇന്ത്യ ഉള്ള കാലത്തോളം അദ്ദേഹത്തിനോട് ചില കടപ്പാടുകളുണ്ട്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതിനപ്പുറമാണ് പുള്ളിയോടുള്ള കടപ്പാട്. അല്ല, ചിലത് ഈ ചില ചിഹ്നങ്ങൾ, ചില പേരുകൾ, ചിലതൊക്കെ വളരെ കൃത്യമായിട്ട് അങ്ങനെ മതി, അത് മാത്രമേ ആകാവൂ എന്നുള്ള രീതിയിലേക്ക് അപലംബിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. അതാണിപ്പം ഈ പറയുന്ന നരേന്ദ്രമോദി ഉദ്ദേശിച്ചു. നരേന്ദ്രമോദി ഉദ്ദേശിച്ചതിനകത്ത് നമുക്ക് വേറെ ഒന്നുമില്ല. നെഹ്റുവിൻ്റെ പേര്, അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ പേര്, അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ പേര്. ഇത് മറ്റു പലരും ഈ രാജ്യത്ത് നമ്മൾ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ്റെ പേര് വെച്ചോട്ടെ എന്ന് പറയുന്നത് പോലെ അതിനെക്കാട്ടി വലിയ വലിപ്പത്തിൽ വെക്കാൻ പറ്റുന്ന എത്രയോ ആൾക്കാർ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ ഈ ഒരു അവസ്ഥയിൽ എത്തുന്നതിന് വേണ്ടി അവരുടെ ജീവനും ജീവിതവും മറ്റു പലതും ഒക്കെ കളഞ്ഞ് ഇതിനകത്ത് നിന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഫലം, അല്ലെങ്കിൽ അവർ ചെയ്ത ത്യാഗത്തിൻ്റെ, അവർ ഉറങ്ങാത്ത രാത്രികളുടെ, അവരുടെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലം അനുഭവിക്കുന്ന ആൾക്കാർ അവരെ അല്പം സ്മരണയോടുകൂടി ഒന്ന് ഓർക്കാനെങ്കിലും ജീവിച്ചിരുന്ന ജീവിതമോ അല്ലെങ്കിൽ ഒരു സുഖമോ സന്തോഷമോ അനുഭവിക്കാൻ പറ്റിയില്ല. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിയും സ്വന്തം രാജ്യത്തിന് വേണ്ടിയും അത് വേണ്ടാന്ന് വെച്ചിട്ടുള്ളവർ ചിരഞ്ജീവികളാവുമ്പോഴെങ്കിലും നമ്മളത് അനുഭവിക്കുമ്പോൾ ഒരു സ്മരണ കൊടുക്കുക. അതാ അദ്ദേഹം ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? ഇപ്പം തന്നെ അത് അദ്ദേഹം പറയണം, ഒന്നും വ്യക്തത വരുത്തി പറയണം. ഇപ്പം ഞാൻ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് പേര് കൊടുക്കണ്ടെന്നോ, ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് പേര് കൊടുക്കണ്ടെന്നോ, മഹാത്മാഗാന്ധി രാജീവ് ഗാന്ധി പേര് കൊടുക്കണ്ടെന്നോ എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇപ്പൊ ഇവരൊക്കെ കാണിക്കുന്ന ഗുസ്തി, പ്രധാനമന്ത്രി ആവാസ് യോജന എല്ലാം പ്രധാനമന്ത്രിയുടെ PM, പിന്നെ എല്ലാ ആയുഷ്മാൻ എല്ലാം പ്രധാനം. അത് അന്നേരം ആ ഇരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പടം കൊടുക്കുന്നതിന് ഇവിടെ കാണുന്ന മൂലക്കുരു സംസ്കാരം ഒരു ബുദ്ധിമുട്ട് നമ്മൾ മരിക്കുമ്പോൾ ഇതിനും കൂടെ മറുപടി പറയാം. രാജ്യത്തൊട്ടാകെ നമ്മൾ നോക്കുമ്പോഴേ നെഹ്റുവിന്റെ പേരിലും ഇന്ദിരാഗാന്ധിയുടെ പേരിലും രാജീവ് ഗാന്ധിയുടെയും പേരിലും 450 പൊതുസ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നോക്കുക, ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ട് കേരളത്തിൽ. പിന്നെ ഗുജറാത്തിലെ ജവഹർലാൽ നെഹ്റു എയർപോർട്ടുണ്ട്. അത് ഇന്റർനാഷണൽ എയർപോർട്ടല്ല, ആഭ്യന്തരമാണ്. അതുപോലെ നവോദയ വിദ്യാലയ, ജവഹർ നവോദയ വിദ്യാലയ 650 എണ്ണമാണ് രാജ്യത്ത് ഉള്ളത്. പിന്നെ ഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ആ പേര് മാറ്റിയിട്ടുണ്ട്. അത് എനിക്ക് 2014 മുതൽ തന്നെ, നരേന്ദ്രമോദി വന്ന കാലം മുതൽ തന്നെ ഇത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുകയാണ്. നമുക്കറിയാമല്ലോ, ചിൽഡ്രൻസ് ഡേ തന്നെ ആഘോഷിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് അല്ലേ? അല്ല, ഈ ഞാൻ വേറെ ഇത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ലേ. ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുന്നതിന് വലിയ ദീർഘവർഷമാണ്. പിള്ളേര് ഇദ്ദേഹത്തെ ചാച്ചാജി എന്നുകൊണ്ട് ആ കുഞ്ഞുനാൾ തൊട്ടേ അദ്ദേഹത്തെ പതിപ്പിക്കാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുമ്പം ഇദ്ദേഹത്തിന്റെ ഒരു ചരിത്രവും ഇദ്ദേഹത്തിന്റെ ഒരു മറ്റു പലതും ഒക്കെ പരിശോധിക്കുമ്പോൾ മെറിറ്റിനെക്കാട്ടിൽ കൂടുതൽ ഡിമെറിറ്റാണ് ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പുറകോട്ടുള്ള ഒരു കുഞ്ഞ് അദ്ദേഹത്തിന്റെ ചാച്ചാജി അല്ലെങ്കിൽ ഇതുപോലെ ചിൽഡ്രൻസ് ഡേ, ഇത് അത്രയ്ക്കും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ആളോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്നും കുഞ്ഞുങ്ങളുടെ കൊച്ചുനാളിൽ തൊട്ടേ മനസ്സിന്, അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ ഒരു സാധനം കയറിയാൽ അത് ജീവിതാവസാനം വരെ ഉപബോധ മനസ്സിലേക്ക് ആവുന്നില്ല. അങ്ങനത്തെ വേണ്ട ഒരാളാണോ? പുള്ളിയെപ്പറ്റി ഒന്ന് പഠിച്ചോളാം, പുള്ളിയത്തിൻ്റെ ചരിത്രം പഠിച്ചോളാം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ചരിത്രവും പുള്ളിയുടെ രീതികളും മറ്റതും മറിച്ചതും ഒക്കെ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ എത്ര മോശമായ ആഴങ്ങളുള്ള മനുഷ്യനാണ്. അതൊക്കെ പോട്ടെ, അത് ഒരു മനുഷ്യന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമെന്ന് വിചാരിച്ച് നമുക്കങ്ങ് വിടാം. എന്നാലും അതൊക്കെ പ്രശ്നമാണ്. അപ്പം ഇത് സാർ ഇപ്പം പറഞ്ഞ കണക്ക് എൻ്റെ തല പൊട്ടിത്തെറിച്ചു. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം അപ്പം മൊത്തം എന്തു വന്നാലും ഇവരുടെ പേര് മാത്രം കൊടുത്തുകൊണ്ട് പോകുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ 10 എണ്ണത്തിന് ഈ ഭഗത് സിംഗിന്റെ പേര് കൊടുത്തുകൂടായിരുന്നു? 10 എണ്ണത്തിന് നമ്മുടെ ഇപ്പോഴും
അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നുള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ പേര് കൊടുത്തുകൂടായിരുന്നു. നിരവധി സർവകലാശാലകളുണ്ട്, ആ. നിരവധി ഗവേഷണ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ എയർപോർട്ട് ഇത്തരത്തിലൊക്കെ കൊടുക്കുന്നുണ്ട് രാജീവ് ഗാന്ധിയുടെ പേരിൽ ഒക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചിട്ടെ, ഇപ്പൊ തന്നെ ഒരു പ്രതിമ പണിയിപ്പിച്ചപ്പം നമ്മൾ അദ്ദേഹത്തിന്റെ പേരിൽ ആരുടെ ഈ ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്ന മുൻ സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ആര് പ്രധാനമന്ത്രി ആവണമെന്ന് കോൺഗ്രസിനകത്ത് ഹിതപരിശോധന നടത്തിയപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന് 24 വോട്ടും ഇയാൾക്ക് 4 വോട്ടും കിട്ടി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ അടുത്ത് ഇയാൾ പറഞ്ഞു എനിക്ക് പ്രധാനമന്ത്രിയാവണം എന്ന് കരഞ്ഞപ്പം ആര് ഗാന്ധി വിളിച്ചു പറഞ്ഞ അയാൾ ആവട്ടെന്ന് വിളിച്ചു പറഞ്ഞ് മാറിയുന്ന മനുഷ്യനാണ്. അയാൾ ഈ രാജ്യത്തിന് വേണ്ടി എടുത്ത ത്യാഗം, അയാളുടെ കൂട്ടൊരു പ്രധാനമന്ത്രി, അയാൾ ഈ പറയുന്ന പോലെ പാകിസ്ഥാന് കൊടുക്കേണ്ട പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി എടുത്ത അതായത് രാജ്യസ്നേഹിയായിരുന്നു. ആ മനുഷ്യന്റെ ഒരു പേര് എവിടെയെങ്കിലും ഉണ്ടോ സാറേ? ഇല്ല. ഉണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ആരാ വെച്ചത്? നരേന്ദ്രമോദിയാ വെച്ചത്. അതിനെന്തെല്ലാം ആക്ഷേപമായിരുന്നു. നരേന്ദ്രമോദി അത് പ്രതിമ ചുമ്മാതെ പണിഞ്ഞു വെച്ച് കാക്കതൂറുമല്ലല്ലോ. ഇപ്പൊ അതിനെപ്പറ്റി ഒരു ആക്ഷേപവും ഇല്ലല്ലോ. ഒരു കൊല്ലത്തെ വരുമാനം എത്ര കോടി രൂപയാണ്. അപ്പം ഇപ്പൊ പറഞ്ഞ കാര്യമില്ല. കാരണം അതിനെപ്പറ്റി ഒരു വിശദീകരണം വന്നാൽ മോദിക്കൊരു ഗുണമായാലോ. അതുകൊണ്ടാണ് ഇപ്പം അതുപോലെ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന് ചിത്ര തിരുനാളിന്റെ പേരിൽ ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ കാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. അല്ല, ഇടണ്ടേ? എന്തെല്ലാം ഈ ഇവിടുത്തെ പുരോഗതി ഭരണകാലത്താണ് എയർപോർട്ടിന്റെ സ്ഥലം കൊടുത്തത്. അതുപോലെ എന്തെല്ലാം കൊടുത്തവര് ഈ പുരോഗതിയില് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ ഈ പറയുന്ന റെയിൽവേ ഇല്ലേ, എന്തെല്ലാം അത്രയ്ക്ക് ദീർഘവീക്ഷണമുള്ള ഒരു രാജാവല്ലായിരുന്നു. അയാളുടെ പേര് ഇവിടെ ഉണ്ട്. സാർ പറഞ്ഞു ഇപ്പൊ ഓർമ്മിച്ച് ഇവിടെ. അപ്പൊ അതല്ല, ഇതെല്ലാം സ്വാർത്ഥതയാണ്. അതായത് വലിയ വീക്ഷണം ഇവർക്കുണ്ട്. ഏത് കാര്യത്തിൽ? സ്വന്തം കാര്യത്തിൽ. രാജ്യത്തിന്റെ കാര്യത്തിലല്ല ഇവർക്ക് വീക്ഷണമുള്ളത്. ഈ ഇവരുടെ കാര്യത്തിൽ, കുടുംബത്തിന്റെ കാര്യത്തിൽ. അത് എന്നും ഈ പേര് കിടന്നാൽ നെഹ്റുകാർ എവിടെ നോക്കിയാലും നെഹ്റു 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 നെഹ്റു. അതിപ്പം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അത് വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്തല്ല. സ്വാർത്ഥത ഇല്ലാത്തവനും രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവനും രാജ്യത്തിന് വേണ്ടി ഭരിച്ചവനും ഒക്കെ ആൾക്കാരായിരുന്നു. ഈ പേര് ഇങ്ങനെ ഇടേണ്ട കാര്യമുണ്ടോ? തോപ്പം ഭരിച്ചു അങ്ങ് പോയി. ആൾക്കാർ നല്ല ഭരണമാണെങ്കിൽ ഇപ്പൊ സാറി പറഞ്ഞ പോലെ ഇത് തിരുനാളിന്റെ കാര്യം സാറിനറിയാം. ഇത്ര തിരുനാൾ അല്ലേ, ഓർക്കുന്നില്ലേ? ഓർത്തേ ഒരു മതിയാവുമല്ലോ. അപ്പൊ അതൊന്നുമല്ല, താല്പര്യങ്ങളാ. ഇപ്പോഴും ആ താല്പര്യത്തിനനുസരിച്ച് അന്ന് അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്കിയത് ഏറ്റവും, നമ്മൾ ആദ്യം പറഞ്ഞില്ലയോ മഹാത്മാഗാന്ധിയുടെ പേര് പറഞ്ഞപ്പോൾ, ആ മഹാത്മാഗാന്ധിയുടെ ഒരു സ്വാർത്ഥതയുടെ അപകടമാണെന്ന് സംഭവിച്ചത്. അയാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്കിയപ്പോൾ അയാൾ ഇരിക്കാവുന്ന കാലം മൊത്തം ഇരുന്നു. അതിനുശേഷം അയാൾ അദ്ദേഹത്തിന്റെ മകളെ ഇരുത്തുന്നതിന് വേണ്ടി ചെയ്തു. മകൾ നോക്കിയപ്പോൾ കോൺഗ്രസിനകത്ത് അവർ വരുന്നതിന് മുമ്പ് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. കോൺഗ്രസിന് സ്വതന്ത്രമായിട്ട് ജനാധിപത്യ സംവിധാനം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതായത് പാർട്ടി സംവിധാനം. അതിനുശേഷം അവരുടെ കയ്യിൽ പാർട്ടിയുമാക്കി അവരുമാക്കി പിണറായി വിജയൻ ചെയ്തത്. അതിനുശേഷം അവർ ഇതിനകത്തു നിന്ന് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതും നാളെ കാലത്ത് അവർക്കപ്പുറം വരാൻ സാധ്യതയുള്ള എല്ലാ ആൾക്കാരെയും അവർ നിഗ്രഹിച്ചു. ആ നിഗ്രഹിക്കുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ശശി തരൂർ ഉൾപ്പെടെയുള്ള ഒരു വെളിയിലും ഈ നമ്മുടെ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി അകത്ത് നിൽക്കുന്നത്. എന്തുകൊണ്ട് കയറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കയറുന്നില്ല. എന്തുകൊണ്ട് കോൺഗ്രസ് തിരിച്ചു വരുന്നില്ല എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ പ്രാപ്തമായിട്ടുള്ള നേതാക്കന്മാരെ ഇല്ലാതാക്കി ഇങ്ങോട്ട് വന്നു. ഇപ്പൊ ഇരിക്കുന്നവരെ കൊണ്ട് മറ്റു പാർട്ടിക്കകത്ത് നിൽക്കുന്ന നേതാക്കന്മാരുടെ പ്രവർത്തനത്തെ അതിജീവിച്ച് ആ പാർട്ടിക്ക് വരാനുള്ള കരുത്തില്ല. അത്രയുള്ളതിൻ്റെ ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അന്ന് ഞാൻ പറഞ്ഞത് നെഹ്റു ഇത്രയും കാലം ഇപ്പൊ പേരിട്ടുണ്ടായാൽ പറഞ്ഞത് നെഹ്റു പേരിട്ടതുപോലെ നെഹ്റു കുടുംബത്തിനപ്പുറം ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ അത് അവരുടെ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരാൾ ഉണ്ടാവാൻ പാടില്ല. പിന്നെ അവർ ധരിച്ച ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്ക് അപ്പുറം ഒരു പാർട്ടി മറികടന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ വരാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കകത്ത് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സംവിധാനവും ഞങ്ങളുടെ കുടുംബവും മാത്രം മതി. അങ്ങനെ ഷണ്ടി അല്ലെങ്കിൽ വെട്ടിയാണ് ഇപ്പം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ സാർ പറയത്തില്ലേ പ്രവൃത്തി ഗുണമാണ്. ചില ചെയ്തുകൂടാത്ത പ്രവൃത്തികൾ ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിച്ചേ വെക്കും. അപ്പം അത് തന്നെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്, കോൺഗ്രസ് അനുഭവിക്കുന്നത്. പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ VD സതീശൻ ഇപ്പോൾ എത്ര ക്ലിയറാന്ന് പറഞ്ഞാൽ നാളെ കുത്തിയിരുന്ന് രാഹുൽ ഗാന്ധിയെയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ ശരിയല്ല, കുടുംബാധിപത്യം ശരിയല്ലെന്ന് പറഞ്ഞാൽ അവൻ നാളെ കാലത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ നാളെ കാലത്തെ ആ പോസ്റ്റിലും കാണത്തില്ല, കോൺഗ്രസിലും കാണത്തില്ല. അപ്പൊ പുള്ളി കോൺഗ്രസിന്റെ ആദർശം വെച്ചു ഇത്രയും നടത്ത പണി ചെയ്തു. ആ ഒരു കാര്യം മനസ്സിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ടെങ്കിലും വെളിയിൽ പറയാൻ പോകത്തില്ല.
പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ വേറെ ചില ആനുകൂല്യങ്ങളും കിട്ടും. ഇംഗ്ലാ സിന്ദാബാ, രാഹുൽ ഗാന്ധി സിന്ദാബാ എന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് വിളിക്കും. രമേശ് ചെന്നിത്തലയും വിളിക്കും, ഇഷ്ടമില്ലാത്തവരും വിളിക്കും, വിളിച്ചാൽ ദോഷമാണെന്ന് കാണുമ്പോഴും വിളിക്കും. അങ്ങനെ വിളിക്കുന്നവരൊക്കെ ഇപ്പം അതിനെ നിൽക്കുന്നത്. വിളിക്കാത്ത ശശി തരൂരിനെ പോലുള്ള കക്ഷികൾ വെളിയിൽ നിൽക്കും. ശശി തരൂരിന് ഇപ്പോൾ അങ്ങനെ വെളിയിൽ നിന്നാലും കുഴപ്പമില്ല, പുള്ളിക്ക് സ്വന്തമായിട്ട് നിൽക്കാനുള്ള, ഇവരെ ഇതിനകത്തുനിന്നെല്ലാം പോയാലും സ്വന്തമായിട്ട് നിൽക്കാനുള്ള സംവിധാനം പുള്ളിക്കുണ്ട്. എത്ര പറയുമ്പോഴും വലിയ ഈ കോൺഗ്രസിനകത്ത് എം പിയുടെ വലിപ്പമായിരുന്നു പുള്ളിക്കിരുന്നത്, UN-ന്റെ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഏതായാലും ഇതൊക്കെ മോദി ചോദ്യം ചെയ്യപ്പെടണം. മോദി ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കകത്തൊക്കെ ഒത്തിരി കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ജനത്തിനെ മനസ്സിലാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് മോദിയാണ് ശരി എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.